പ്രിയ സഹോദരങ്ങളെ, വിണ്ണിൻ്റെ ഔന്നത്യം വെടിഞ്ഞ് മണ്ണിലേക്ക് മനുഷ്യനായി പിറന്ന യേശുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുവാനായി നാം ഒരുങ്ങിയാണല്ലോ. ഈ അവസരത്തിൽ ഒരു വചനം മനസ്സിലേക്ക് വരുന്നു. 2 ദിനവൃത്താന്തം 7:15. സോളമനോട് കർത്താവ് പറയുന്നു, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഈ ദേവാലയത്തിൽ നിന്ന്, ഈ ആലയത്തിൽ നിന്ന് കർത്താവിൻ്റെ അരുളപ്പാട് പ്രകാരം ദൈവം പറഞ്ഞതുപോലെ പണി കഴിച്ച ദേവാലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം കണ്ണും കാതും കൊടുക്കുമെന്ന് പറയുന്നു. ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരു ജീവൻ നയിക്കാനായിട്ട് നമുക്ക് ആരംഭിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇന്നും ദേവാലയത്തിൽ പോകുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും അങ്ങനെ ഉണ്ണീശോയെ സ്വീകരിക്കുവാനായി നമ്മുടെ ഹൃദയം ഒരുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പലരും പറയാറുണ്ട്, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോലെ, എന്തിന് ദേവാലയത്തിൽ പോകണം? കോവിഡ് കാലത്ത് വീട്ടിലിരുന്നല്ലേ പ്രാർത്ഥിച്ചത്? അല്ലെങ്കിൽ ദൈവം എവിടെയും കേൾക്കുന്നവനല്ലേ? മനസ്സ് ഹൃദയം കാണുന്നവനല്ലേ? പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ദേവാലയത്തിന് അതിൻ്റെതായ ഒരു അഭിഷേകമുണ്ട്, നിറവുണ്ട്. യേശുവിൻ്റെ എല്ലാവിധ സാന്നിധ്യവും ദേവാലയത്തിലുണ്ട്. അപ്പമായി, വചനമായി, കൂട്ടായ്മയിലുള്ള സാന്നിധ്യം, സഭയുടെ സാന്നിധ്യം എല്ലാം നാം അനുഭവിക്കുക ഈ ദേവാലയത്തിലാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ പോകുവാനും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും അങ്ങനെ നമ്മെ ശ്രവിക്കാനായി, കേൾക്കാനായി, കാണാനായി കാത്തിരിക്കുന്ന, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായി കാത്തിരിക്കുന്ന യേശുവിനെ സ്വീകരിക്കുവാനുമുള്ള ഒരു ഹൃദയം നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.